പടക്കളം അധ്യായം 11. DYSP ആന്ത്രാക്സ് ലേഖ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പോലീസ് ഡ്രൈവർ വേഗം ചെന്ന് ജീപ്പിൽ കയറി. പക്ഷേ ലേഖ പറഞ്ഞു, താനിനി അത്രടം വരെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. മാത്രമല്ല, രാത്രിയിലൊരു അത്യാവശ്യം വന്നാൽ എനിക്കും ജീപ്പ് വേണമല്ലോ സാർ. ഡ്രൈവർ ജീപ്പിൽ നിന്നിറങ്ങി. ലേഖ തനിയാണ് ജീപ്പ് ഓടിച്ചു പോയത്. നാളെ തോൽ ഗംഗാധരനെയും അയാളുടെ മകനെയും കൂട്ടുകാരെയുമെല്ലാം കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. അതിൻ്റെ ചില പേപ്പറുകൾ ഇനിയും തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. വന്യമൃഗങ്ങളുടെ തോലുകൾ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഗംഗാധരൻ അകത്ത് കിടന്ന് കുറേ കാലം ഗോതമ്പുണ്ട തിന്നുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല, മൃഗങ്ങളെ വേട്ടയാടിയവർ മുതലിങ്ങോട്ട് സകലരും കുരുങ്ങും. ഏതായാലും ഇങ്ങനെയൊരു കെണിയിൽ ഗംഗാധരനെ വീഴ്ത്താൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. റോഡ് മിക്കവാറും വിജനമായിരുന്നു. ലേഖയുടെ വലതുകാൽ ആക്സിലേറ്റർ ഞെരിച്ചു. അല്പനേരം കഴിഞ്ഞു. പൊടുന്നനെ എതിരെ ഒരു പ്രകാശഗോളം പാഞ്ഞു വന്നു. ലേഖയുടെ നെറ്റി ചുളിഞ്ഞു. ഒരു ബൈക്കാണതെന്നും റോഡിലത് റാ പോലെ വെട്ടിത്തിരികയാണെന്നും കണ്ടു. അവരുടെ കാല് ബ്രേക്കിൽ ആഞ്ഞമർന്നു. ഒരലർച്ചയോടെ ജീപ്പ് നിന്നു. അപ്പോഴേക്കും റോഡിന് പുറകെ നിന്ന് കഴിഞ്ഞിരുന്നു ബൈക്ക്. ലേഖ ഹോണടിച്ചു. പക്ഷേ ബൈക്കിൽ ഇരുന്ന മനുഷ്യൻ അത് കേട്ടതായി ഭാവിക്കാതെ അത് സ്റ്റാൻഡിൽ വയ്ക്കുകയായിരുന്നു. ലേഖയ്ക്ക് പന്തുകേട് തോന്നി. ബൈക്കിനടുത്ത് നിന്ന് ആ മനുഷ്യൻ ജീപ്പിന് നേരെ തിരിഞ്ഞു. ചീങ്കണ്ണി പരമു. അയാളെ അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അപകടം മണക്കുവാൻ ഒട്ടും താമസം വേണ്ടി വന്നില്ല. ഒന്നുകൂടി ലേഖ ഹോണടിച്ചു. അത് കേട്ടപ്പോൾ അയാളുടെ മുഖത്ത് പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ടായി. എടുത്തു മാറ്റടാ ബൈക്ക്. തല പുറത്തേക്ക് നീട്ടി അവർ ഗർജിച്ചു. അപ്പോഴേക്കും ജീപ്പിന്റെ തൊട്ടുമുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു പരമു. എടുത്താൽ പൊങ്ങത്തില്ലല്ലോ സാറേ, ബുള്ളറ്റ് ബൈക്കല്ലേ. അയാൾ അവർ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തെത്തി. വലതുകാൽ ഫുഡ് റെസ്റ്റിലേക്ക് ഉയർത്തി ചവിട്ടി. മദ്യത്തിന്റെ അതിരൂക്ഷ ഗന്ധം ലേഖയ്ക്ക് അനുഭവപ്പെട്ടു. നീ മദ്യപിച്ചിട്ടുണ്ട് അല്ലേടാ? കുടിക്കാനല്ല സാറേ, സർക്കാർ ബാറുകൾക്ക് ലൈസൻസ് നൽകിയിരിക്കുന്നതും നാടുനീളെ ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യശാലകൾ തുറന്നിരിക്കുന്നതും ആളുകളെ വിളിച്ചു വരുത്തി ഷാപ്പുകൾ കൊടുത്തിരിക്കുന്നതും. അയാൾ ചീങ്കണ്ണിയെ പോലെ പല്ലിളിച്ചു. എന്താ നിന്റെ ഉദ്ദേശം? ഓ, അത് പറയാൻ മറന്നു. പിന്നെ ആ തോല് ഗംഗാധരനെ അങ്ങ് വിട്ടേക്കണം സാറേ. പിടിച്ചെടുത്ത വന്യമൃഗങ്ങളുടെ തോലും അങ്ങ് കൊടുത്തേക്കണം. ലേഖയുടെ പാദം മുതൽ മുകളിലേക്ക് പെരുത്തു കയറുവാൻ തുടങ്ങിയിരുന്നു. ഐ സി. അഥവാ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിലോ? അവർ ജീപ്പ് ന്യൂട്രലിലാക്കി. ചെയ്തു പോകും സാറേ. അല്ലെങ്കിൽ പിന്നെ അവരെയൊക്കെ കോടതിയിൽ ഹാജരാക്കാനും മറ്റും സാറ് ഉണ്ടാക്കത്തില്ല. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ്. പരമുവേ, മോൻ ജീപ്പിന്ന് കാലെന്നെടുത്താട്ടെ. അവളുടെ മുഖഭാവം മാറി വരികയാണ്. പക്ഷേ പരമോ അത് ശ്രദ്ധിച്ചില്ല. ഒരാവശ്യത്തിന് പരമോ മുന്നോട്ട് വെച്ച കാൽ അത് നടക്കാതെ പിന്നോട്ടെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാ സാറേ. എങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലടാ റാസ്കൽ. പറഞ്ഞതും കൈകൾ രണ്ടും ജീപ്പിന്റെ മുകളിലെ കമ്പിയിൽ ഉറപ്പിച്ചുകൊണ്ട് രണ്ട് കാലുകൾ ഒന്നിച്ചുയർത്തി. അവർ അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയതും ഒരേ നേരത്തായിരുന്നു. പരമോ പിന്നിലേക്ക് മലർന്നു വീണു. അടുത്ത നിമിഷം ലേഖ ജീപ്പിൽ നിന്ന് കുതിച്ചിറങ്ങി. റോഡിൽ നിന്ന് ഒരലർച്ചയോടെ ചാടി എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു പരമോ. കഴിവേറി മോളെ, ഈ പരമുവിനെ നിനക്ക് ശരിക്കറിയത്തില്ലടി. വാചകം പൂർത്തിയാക്കും മുൻപ് ലേഖയുടെ ഷൂസണിഞ്ഞ കാൽ അയാളുടെ താടിയല്ലിൽ ആഞ്ഞു പതിഞ്ഞു. പരമു വീണ്ടും പിന്നോട്ട് മലർന്നു. അവിടെ നിന്ന് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മേൽപോട്ടുയർത്തി ലേഖ. ഒപ്പം മടക്കിയ കാൽമുട്ട് അടിവയറ്റിലേക്ക് ഒരാഘാതമായി ചീറി പതിഞ്ഞു. നിലവിളിച്ചു പോയി പരമു. പറയടാ, ആരാ നിന്നെ ഇങ്ങോട്ടയച്ചത്? പരമു മിണ്ടിയില്ല. റോഡിലൂടെ വന്ന ഒരു ലോറി സംഘട്ടനം കണ്ട് റോഡിന്റെ ഓരം ചേർത്ത് നിർത്താതെ വേഗം പോയി. അവർ അയാളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. വലതു കൈ ചുരുട്ടി മുഖത്തടിച്ചു. മൂക്കിന്റെ പാലം തകർന്നു പോയതുപോലെ തോന്നി പരമുവിന്. ഒപ്പം മീശ നനച്ചുകൊണ്ട് ചുണ്ടിലേക്ക് ഒഴുകിയിറങ്ങിയ ദ്രാവകം രക്തമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അതോടെ പരമു ഉയർന്നു. ഒരു സ്ത്രീയുടെ മുന്നിൽ താൻ പരാജയപ്പെടാനോ? ലേഖയുടെ കൈ അപ്രതീക്ഷിതമായി ഒരു നിമിഷത്തിൽ തട്ടിക്കളഞ്ഞിട്ട് അയാൾ തിരിച്ചാക്രമിച്ചു. നിമിഷത്തിനുള്ളിൽ അയാളുടെ ശക്തി എന്തെന്ന് ലേഖയ്ക്കും ബോധ്യപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും അയാളോട് പിടിച്ചു നിൽക്കുവാൻ അവർക്കായില്ല. ലേഖ തളർന്നു തുടങ്ങി. പട്ടിച്ചി, ഞാൻ ആരാണെന്നാടി നീ കരുതിയത്? അലറിക്കൊണ്ടയാൾ അവരുടെ മുഖമടച്ച് ആഞ്ഞടിച്ചു. വേച്ചു ചെന്ന് ജീപ്പിലിടിച്ചു ലേഖ. പാഞ്ഞു ചെന്ന ചീങ്കണ്ണി പരമോ അവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുഖം ടാർപോളിനിലേക്ക് ശക്തിയിൽ അമർത്തി. പറയടി, ഗംഗാധരനെ തുറന്നു വിട്ടിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യാമോടി? ലേഖയുടെ കൈമുട്ടുകൾ പിന്നോട്ട് ചീറിവന്നു. പരമുവിന്റെ വാരിയെല്ലുകൾക്കിടയിൽ അത് ഇടിച്ചിറങ്ങി. അറിയാതെ പരമുവിന്റെ കൈ അയഞ്ഞു. ലേഖ വെട്ടിത്തിരിഞ്ഞു. തുകൽ ഉറയിൽ നിന്ന് റിവോൾവർ വലിച്ചെടുത്ത് അയാളുടെ തുറന്ന വായിലേക്ക് കുത്തിയിറക്കി. ഇനി അനങ്ങിയാൽ നിന്റെ തലയോട് മത്തങ്ങ പോലെ ചിതറിപ്പോകും.
വായ്ക്കുള്ളിലേക്ക് പഴുത്ത ലോഹം കയറിയതുപോലെ പിടഞ്ഞുപോയി പരമു. ലേഖ ഇടത് കൈകൊണ്ട് ജീപ്പിൽ നിന്ന് ഒരു വിലങ്ങ് വലിച്ചെടുത്തു. നീട്ടടാ കൈ. പരമു ഇടതു കൈ നീട്ടി. അയാളെ വിലങ്ങണിയിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരു മാത്ര അവരുടെ ശ്രദ്ധ മാറി. അത് ധാരാളമായിരുന്നു പരമുവിന്. അയാളുടെ വലതു കൈ ഉയർന്നു. ലേഖയുടെ കൈയിൽ ഒരു ലോഹദണ്ഡ് പതിഞ്ഞതുപോലെ വിരലുകൾ അകന്നുപോയി. റിവോൾവർ പരമുവിന്റെ വായിൽ. അയാൾ അത് തുപ്പിക്കളഞ്ഞിട്ട് അവരെ ബലമായി ആ വിലങ്ങ് അണിയിച്ചു. പറയടി, ഗംഗാധരനെ വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ നിന്നെ എടുത്ത് ഈ ജീപ്പിനുള്ളിൽ ഇട്ടിട്ട് ജീപ്പിന് തീയിടും ഞാൻ. ലേഖ തളർന്നുപോയി. പെട്ടെന്നാണ് ഏതാനും ഓട്ടോകൾ പാഞ്ഞു വന്നത്. ചീങ്കണ്ണി പരമു സംശയത്തോടെ തിരിഞ്ഞു. ഓട്ടോകൾ അവിടെ ബ്രേക്കിട്ടു. 4 അതിൽ നിന്ന് ഇന്ദ്രജിത്തിന്റെയും പെൻസിൽ കുട്ടപ്പന്റെയും നേതൃത്വത്തിലുള്ള ഡ്രൈവർമാർ ചാടിയിറങ്ങി. വിടടാ ലേഖ സാറിനെ. അവർ പാഞ്ഞു വന്നു. രംഗം പന്തിയല്ലെന്ന് പരമുവിന് മനസ്സിലായി. ഞൊടിയിടയിൽ അയാൾ റോഡിൽ കിടന്നിരുന്ന ലേഖയുടെ റിവോൾവർ എടുത്ത് അവർക്ക് നേരെ ചൂണ്ടി. ഒറ്റയെണ്ണം അനങ്ങിപ്പോകരുത്. ഓട്ടോക്കാർ നിന്നു മുഖാമുഖം നോക്കി. താൻ ഉദ്ദേശിച്ച വന്ന കാര്യങ്ങൾ ഇനി നടക്കില്ലെന്ന് പരമുവിന് ഉറപ്പായി. ലേഖയെ വിട്ടിട്ട് അയാൾ പിന്നോട്ട് മാറി. തന്റെ ബൈക്കിനടുത്തെത്തി. റിവോൾവർ ചൂണ്ടിക്കൊണ്ട് തന്നെ അതിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റിവോൾവർ റോഡിലേക്കിട്ടിട്ട് പാഞ്ഞുപോയി. പോലീസ് ഓഫീസറുടെ റിവോൾവർ തട്ടിക്കൊണ്ടു പോയാലുള്ള പ്രശ്നം പരമുവിന് നന്നായി അറിയാമായിരുന്നു. പെൻസിൽ കുട്ടപ്പൻ വിളിച്ചു പറഞ്ഞു, നിന്നെ ഞങ്ങൾ എടുത്തോളാമടാ പരമു. അവൻ ചെന്ന് റിവോൾവർ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ഇന്ദ്രജിത്ത് ലേഖയെ മോചിപ്പിച്ചിരുന്നു. കൃതജ്ഞതയോടെ ലേഖ ഡ്രൈവർമാരെ നോക്കി. നമ്മൾ തമ്മിൽ ഒത്തിരി ധാരണാപിശകുകൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ദ്രജിത്ത് ലേഖയോട് പറഞ്ഞു. പക്ഷേ ഇനി മുതൽ ഞങ്ങൾ സാറിനോടൊപ്പമുണ്ട്. ലേഖ അവന്റെ തോളിൽ തട്ടി. നിങ്ങളെല്ലാം ഈ നേരത്ത് എങ്ങനെ ഇവിടെ എത്തി? രാത്രി ഓട്ടം കാത്ത് കിടക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോഴാ അടിപിടിക്കാരും ലോറിക്കാര് വന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ഞങ്ങളിങ്ങ് പോന്നു. താങ്ക്സ്. തക്ക സമയത്ത് തന്നെ നിങ്ങളെത്തി. പിന്നെ കാണാം. എനിക്ക് നിങ്ങളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. സാറ് എപ്പ വിളിച്ചാലും ഞങ്ങൾ വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ലേഖ ജീപ്പിൽ കയറി. അപ്പോൾ പദ്ധതി നടന്നില്ലെന്ന വിവരം ഫോണിലൂടെ ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനെ അറിയിച്ചു കഴിഞ്ഞിരുന്നു ചീങ്കണ്ണി പരമു. ഛേ. ഫോൺ വെച്ചിട്ട് പങ്കജാക്ഷൻ മുറിയിൽ അസ്വസ്ഥതയോടെ ഉലാത്തി. കാര്യങ്ങൾ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയിരിക്കുന്നു. ഗംഗാധരനെ രക്ഷിക്കാൻ ഒരു മാർഗം കാണാതെ അയാൾ വലഞ്ഞു. പിറ്റേന്ന് തോലു ഗംഗാധരനെയും ഡ്രൈവറെയും ക്ലീനറെയും ഒരു കേസിലും ഗോപിനാഥ്, വാവച്ചൻ, ഹരിലാൽ എന്നിവരെ വീട് കയറി അക്രമത്തിനും കോടതിയിൽ ഹാജരാക്കി. അഡ്വക്കേറ്റ് ജെയിംസ് തോമസ് പ്രതികൾക്ക് വേണ്ടി അവിടെ എത്തിയിരുന്നു. ജെയിംസും ലേഖയും മുഖാമുഖം കണ്ടു. ഇരുവരും പോരുകാളകളുടെ ഭാവത്തിൽ പരസ്പരം നോക്കുകയും മുഖം വെട്ടിക്കുകയും ചെയ്തു. ഗോപിനാഥിനും വാവച്ചനും ഹരിലാലിനും ചില ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു. പക്ഷേ ഗംഗാധരന്റെ മറ്റും കാര്യത്തിൽ വന്യമൃഗങ്ങളുടെ തോല് വന്ന വഴിയും മറ്റും അറിയുന്നതിനായി അവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ഗവൺമെന്റ് പ്ലീഡറുടെ അപേക്ഷ കോടതി അംഗീകരിച്ചു. 4 ദിവസം പോലീസ് കസ്റ്റഡിയിലാക്കാനും തുടർന്ന് 14 ദിവസം സബ് ജയിലിലേക്ക് അയക്കുവാനും കോടതി ഉത്തരവായി. വിധിയറിഞ്ഞ ഗംഗാധരൻ കോടതിയിൽ കുഴഞ്ഞു വീണു. ഉടൻ തന്നെ അയാളെ പോലീസ് കസ്റ്റഡിയിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ പങ്കജാക്ഷൻ അപ്പോൾ തന്നെ വേണ്ടത് ചെയ്തു. ഗംഗാധരന് ഹാർട്ട് അറ്റാക്കായിരുന്നുവെന്ന് ഡോക്ടറെ കൊണ്ട് റിപ്പോർട്ട് നൽകിക്കാനും മനസ്സിന് പ്രയാസമുണ്ടാകുന്നതൊന്നും കുറച്ച് ദിവസത്തേക്ക് അയാൾക്ക് പാടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിപ്പിക്കുവാനും അയാൾക്ക് സാധിച്ചു. അങ്ങനെ ഗംഗാധരൻ ഹോസ്പിറ്റലിൽ സുഖ ചികിത്സയിലായി. പുറത്തുനിന്നാരും അയാളെ സന്ദർശിക്കാൻ അനുവദിക്കരുതെന്ന് ഡിവൈഎസ്പി ആന്ത്രാക്സ് ലേഖ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പിറ്റേന്ന് രാവിലെ അവർ SI രമേശ് ചന്ദ്രൻ കിടന്നിരുന്ന ഹോസ്പിറ്റലിൽ എത്തി. അയാൾക്ക് സുഖമായി കഴിഞ്ഞിരുന്നു. ലേഖയെ കണ്ടപ്പോൾ എഴുന്നേറ്റു. വേണ്ട രമേശേ, കിടന്നോളൂ. ലേഖ ഒരു കസേരയിൽ ഇരുന്നു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല സാർ. എന്നാലും ഇരിക്കി. അയാൾ അനുസരിച്ചു. ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനാണ് വന്നിരിക്കുന്നത്. എന്നോടെങ്കിലും നിങ്ങൾ സത്യം പറയണം. രമേശ് ചന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. ലേഖ തുടർന്നു. നമ്മളൊക്കെ ഔദ്യോഗിക വൃത്തിയിൽ വഴിവിട്ട് ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ളവരാണ്. പലപ്പോഴും തിരിച്ചറിവുണ്ടാവുന്നത് വൈകിയായിരിക്കും. ഇപ്പോൾ തന്നെ തന്റെ കാര്യം നോക്കൂ. കൂടെ നിന്നിരുന്നവർ ആരെങ്കിലും ഈ അവസ്ഥയിൽ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? രമേശ് ചന്ദ്രന്റെ മുഖം കുനിഞ്ഞു. അതാ ഞാൻ പറഞ്ഞു വന്നത്, തിരിച്ചറിവിന്റെ സമയമാണെന്ന്. രമേശിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. യെസ് സാർ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോളൂ. പതറിയിരുന്നു അയാളുടെ ശബ്ദം. പ്രേമചന്ദ്രന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. വാസ്തവത്തിൽ ജയശ്രീ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് യദുരാമനല്ലെന്ന് നിങ്ങൾക്കുറപ്പല്ലേ? ലേഖയെ തുറച്ചു നോക്കി അല്പനേരം ഇരുന്നു പോയി അയാൾ. ടെൽമി രമേശ്,
എനിക്കറിയേണ്ടത് സത്യമാണ്. സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല രമേശ് ചന്ദ്രന്. അതുപോലെ ആ വീട്ടിൽ രാത്രി അക്രമം നടത്തിയതും അവർ മൂവരുമാണ്, വാവച്ചനും ഗോപിനാഥും ഹരിലാലും. അവർ ആ നേരത്ത് പോലീസ് കസ്റ്റഡിയിലായിരുന്നെന്ന് നിങ്ങൾ കൃത്രിമ റെക്കോർഡുണ്ടാക്കി. ആമേ കറക്റ്റ്? രമേശ് ചന്ദ്രൻ വിളറി. ലുക്ക് രമേശ്, നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. എന്നിട്ടും കുറച്ചുനേരം കഴിഞ്ഞാണ് അയാളുടെ നാവ് ചലിച്ചത്. യെസ് സാർ, സാറ് പറഞ്ഞതെല്ലാം ശരിയാണ്. ലേഖയുടെ കണ്ണുകൾ തിളങ്ങി. അവർ പെട്ടെന്ന് എഴുന്നേറ്റു, രമേശ് ചന്ദ്രനും. എങ്കിൽ രമേശേ, നമ്മൾ പോലീസുകാരാണ് ആ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണക്കാർ. ഒരു ജന്മം മുഴുവൻ അനുഭവിക്കാനുള്ളത് അവർ ഏതാനും മാസത്തിനുള്ളിൽ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ആ കുടുംബത്തെയൊന്ന് പച്ചപിടിപ്പിക്കുവാൻ പോയമാനം സ്ത്രീകൾക്ക് തിരിച്ചു കിട്ടുകയില്ലെങ്കിൽ കൂടി എന്റെ ഒപ്പം നിൽക്കാമോ താൻ? തന്റെ തെറ്റുകൾ ഏറ്റുപറയുമോ താൻ? യെസ് സാർ. പിന്നെ ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു രമേശ് ചന്ദ്രനും. ഇനി എനിക്കും കുറച്ചുകാലം നല്ലവനായി ജീവിക്കണം സാർ, ജോലി തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും, ആവേശത്തോടെ അയാൾ പറഞ്ഞു. ആ ആവേശം ആന്ത്രാക്സ് ലേഖയിലേക്ക് പടർന്നു. ഓക്കെ, പിന്നെ കാണാം എന്ന് പറഞ്ഞ ധൃതിയിൽ പുറത്തേക്ക് നടന്ന ലേഖ പെട്ടെന്ന് നിന്നു. മുന്നിൽ വാതിൽ നിറഞ്ഞു നിൽക്കുന്ന ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ. അധ്യായം 12. ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ ഡിവൈഎസ്പി ആന്ത്രാക്സ് ലേഖയെ അടിമുടിയൊന്നു നോക്കി. കണ്ണുകളിൽ തിളയ്ക്കുന്ന രോഷവും ചുണ്ടിൽ പുച്ഛഭാവവുമായിരുന്നു അയാൾക്ക്. വഴിതടയൽ ആശുപത്രി മുറിയിലേക്കും വ്യാപിപ്പിച്ചോ മിസ്റ്റർ പങ്കജാക്ഷൻ? ഉള്ളിൽ തിളച്ചു മറിയുന്ന കോപത്തിന്റെ ജ്വാല ഉണ്ടായിരുന്നെങ്കിലും ലേഖ തിരക്കി. പെട്ടെന്ന് പങ്കജാക്ഷൻ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് മാറി. തടയണമെന്ന് വെച്ചാൽ അതിന് ആശുപത്രിയെന്നോ പൊതുവഴിയെന്നോ ഞാൻ നോക്കാറില്ല ലേഖ സാറേ, അയാൾ പറഞ്ഞു. ഇൻസ്പെക്ടർ രമേശ് ചന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് പങ്കജാക്ഷനെ തീർത്തും അവഗണിച്ച് പുറത്തേക്ക് പോകുവാൻ ഭാവിക്കുകയായിരുന്നു ലേഖ. പെട്ടെന്ന് പങ്കജാക്ഷൻ പറഞ്ഞു, എനിക്ക് ലേഖ സാറിൽ നിന്നും ഒരു വിവരം അറിയുവാനുണ്ടായിരുന്നു. ലേഖ നിന്നിട്ട് തലതിരിച്ച് നോക്കി. കെയിൻ ഇരു കൈകളിലുമായി ബലമായി ചേർത്ത് പിടിച്ചിരുന്നു. എന്താ? അല്ല, ആ തെണ്ടി പ്രേമചന്ദ്രനെയും കുടുംബത്തെയും ദത്തെടുത്ത് നന്നാക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചോ സാറ്? അവരുടെ കണ്ണുകൾ കുറുകി. താനും രമേശ് ചന്ദ്രനും കൂടി സംസാരിച്ചതത്രയും അയാൾ പുറത്തുനിന്ന് കേൾക്കുകയായിരുന്നെന്ന് അവർക്കുറപ്പായി. ഒരു മനുഷ്യൻ എപ്പോഴാണ് നന്നാകുന്നത്, എപ്പോഴാണ് തെണ്ടിയാകുന്നതെന്നൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യമാണോ പങ്കജാക്ഷ? നിങ്ങളുടെ കാര്യം തന്നെ എടുക്ക്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കീറത്തുണികളും ചുമന്ന് പാർട്ടി ഓഫീസുകളുടെ വരാന്തയിൽ അന്തിയുറങ്ങിയും നേതാക്കന്മാർക്ക് കാപ്പിയും പരിപ്പുവടയും വാങ്ങിക്കൊടുത്തും എത്രയോ കാലം കഴിഞ്ഞിട്ടുണ്ട്. അവസാനം കാലുവാരിയും കൈയിട്ട് വാരിയും പൂട്ടിക്കൊടുത്തും കാവലിൽ നിന്നും ഇക്കാലത്തിനുള്ളിൽ ഇത്രയുമൊക്കെയായില്ലേ? എടി, ആശുപത്രിയാണെന്നത് പോലും മറന്ന് അലറിപ്പോയി പങ്കജാക്ഷൻ. പൊതുനിരത്തിൽ വെച്ച് ഉടുതുണി നഷ്ടപ്പെട്ടാൽ പോലും അയാൾക്ക് ഇത്രയും നാണക്കേട് തോന്നുമായിരുന്നില്ല. തീർന്നില്ലടോ, ലേഖ തുടർന്നു. ഇപ്പോഴും താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേ പണി തന്നെയല്ലേ? താൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? അടിമുടി ഉറഞ്ഞു തുള്ളിപ്പോയി പങ്കജാക്ഷൻ. പക്ഷേ എന്തു ചെയ്യണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. പ്രധാന കാരണം തോല് ഗംഗാധരന്റെ അറസ്റ്റ് തന്നെ. എങ്കിലും അറിയിച്ചു. ഇല്ലടി, ആര് നോക്കിയാലും പ്രേമചന്ദ്രനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്റെ ബ്ലാക്ക് ലിസ്റ്റിലാണ് അവരിപ്പോൾ. എന്നെ എതിർത്തിട്ടുള്ളവരൊക്കെ അതിന്റെ ഫലം ശരിക്കറിഞ്ഞിട്ടുണ്ട്. നല്ലത്. ഇപ്പോൾ എന്റെ അവസ്ഥയും അതുപോലെയാകും എന്നാണ് ധ്വനി എന്നറിയാം. നമുക്ക് ഇനിയും കാണാമല്ലോ. ബാക്കി എപ്പോൾ പറയാം? പെട്ടെന്നവർ വെട്ടിത്തിരിഞ്ഞ് അയാളുടെ തൊട്ടുമുന്നിലെത്തി. എന്താണ് ലേഖയുടെ ഭാവമെന്നറിയാതെ പങ്കജാക്ഷൻ ഒന്ന് പകച്ചപ്പോൾ തീപ്പൊരികൾ പോലെ അവളുടെ നാവിൻ തുമ്പിൽ നിന്ന് അക്ഷരങ്ങൾ ചിതറി വീണു. നിങ്ങൾ എന്നെ എടിയെന്ന് വിളിച്ചല്ലോ. ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഒന്നുകൂടി അങ്ങനെയൊന്ന് വിളിച്ചേ. വിളിച്ചാൽ അവർ കെയിൻ ചൂണ്ടി. ഒറ്റയടിക്ക് തന്റെ വൃത്തിയേട്ട വായിലെ പല്ലുകൾ ഞാൻ താഴെയിടും. വിളിക്കടോ പന്ന. ലേഖയുടെ കല്ലിച്ച ഭാവത്തിനു മുന്നിൽ അയാൾ പതറിപ്പോയി. വിളിച്ചാൽ അവർ തല്ലും എന്ന കാര്യത്തിൽ അയാൾക്ക് അല്പം പോലും സംശയമില്ലായിരുന്നു. പങ്കജാക്ഷൻ വിയർക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ മുഖത്തു നിന്ന് അയാൾ നോട്ടം ഭിത്തിയിലേക്ക് മാറ്റി. അമർത്തിയ ഒരു മൂളലോടെ ലേഖ നടന്നുപോയി. ആശുപത്രിയുടെ ഇടനാഴിയിൽ ആ കാലടി ശബ്ദങ്ങൾ പ്രതിധ്വനിച്ചു. അണപ്പല്ലുകൾ കടിച്ചു ഞെരിച്ചുകൊണ്ട് അയാൾ രമേശ് ചന്ദ്രനെ നോക്കി. എല്ലാം ആസ്വദിക്കുന്ന മട്ടിൽ കട്ടിലിൽ ഇരുന്ന് ഒരു തലേണയെടുത്ത് മടിയിൽ വെച്ച് അതിൽ കൈകളമർത്തി ഇരുവരെയും കൗതുകത്തോടെ നോക്കുകയായിരുന്നു രമേശ് ചന്ദ്രൻ. എടോ, നന്ദി വേണം, നന്ദി. കസേര വലിച്ചിട്ട് അയാൾക്കെതിരെ ഇരിക്കുന്നതിനിടയിൽ പങ്കജാക്ഷൻ പറഞ്ഞു. അതാ പങ്കജാക്ഷൻ സാറേ, എനിക്കും പറയാനുള്ളത്.
രമേശ് ചന്ദ്രൻ ഗൂഢമായി മന്ദഹസിച്ചു. കണക്ക് പറഞ്ഞ് എത്ര രൂപ താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? എല്ലാം എന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുമുണ്ട്. അറിയാമല്ലോ ഇക്കാലത്ത് ഡയറികൾ ഓരോരുത്തരെ കൊടുക്കുന്നത്. ഭീഷണിയാണെന്ന് മനസ്സിലായി പ്രസിഡന്റെ. പക്ഷേ അത് എന്നോട് തന്നെ വേണോ? ഒരു സസ്പെൻഷൻ ഉണ്ടായപ്പോൾ ഒന്നിന്റെ നിറം മാറുന്നത് പോലെ നിങ്ങളുടെ ഭാവമാറ്റം കണ്ടറിഞ്ഞവനാ ഞാൻ. പിന്നെ കാൽക്കാശിന്റെ വിലയില്ലാത്ത നിങ്ങളുടെ ഡയറി സർപ്പത്തിനെ നീർക്കോലിയെ കാണിച്ച് ഭയപ്പെടുത്തല്ലേ? ആ ഡയറി നിങ്ങൾ പുറത്തു കാണിച്ചാൽ ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഞാൻ കോടതിയിലെത്തും. തന്റെ കഴുത്തിൽ കുരുക്ക് വീഴും. കാണണോ അത്? രമേശ് ചന്ദ്രനിൽ ഇത്രയും മാറ്റം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പങ്കജാക്ഷൻ. ഒരു കെട്ട് നോട്ട് കണ്ടാൽ 101 തവണ തന്റെ മുന്നിൽ ഏത്തമിടുന്നവനായിരുന്നു രമേശ് ചന്ദ്രൻ. എന്നാലിപ്പോൾ എല്ലാറ്റിനും കാരണക്കാരി അവൾ ഒരുത്തിയാണ്. ആന്ത്രാക്സ് ലേഖ. കഴിവറുടെ മോളെ തീർക്കണം. അതാ വേണ്ടത്. അപ്പോൾ താനും മറുപക്ഷം ചേരാൻ തീരുമാനിച്ചോ? അതറിയാൻ കൂടിയാ ഞാനിപ്പോൾ വന്നത്. ഒരു പക്ഷവുമില്ല. ഇനി സത്യത്തിന്റെ ഭാഗത്തായിരിക്കും ഞാൻ. മാറ്റമില്ലല്ലോ? ഇല്ല. ദേഷ്യത്തോടെ പങ്കജാക്ഷൻ എണീറ്റു. അഥവാ മനസ്സ് മാറ്റണമെന്ന് തോന്നിയാൽ ഇന്ന് രാത്രി 11 മണി വരെ സമയമുണ്ട്. എന്റെ ഫോൺ നമ്പർ അറിയാമല്ലോ? ശരിക്കോർക്കുന്നില്ല. തല്ല് കിട്ടിയ ശേഷം നേരിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നമ്പർ ഒന്ന് കുറിച്ച് വെച്ചേക്കുമോ? അയാൾ പരിഹസിച്ചു. നമ്പരല്ല, തന്റെ നെഞ്ചത്ത് റീത്ത് വയ്ക്കേണ്ട സമയമാ ഞാൻ കുറിച്ച് വയ്ക്കാൻ പോകുന്നത്. കസേര തള്ളിമാറ്റി മുണ്ട് മടക്കിക്കുത്തി പങ്കജാക്ഷൻ ഇറങ്ങിപ്പോയി. കാറിൽ ഇരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ താൻ പ്രതീക്ഷിക്കുന്നത് പോലെ കൊണ്ടുവരാം എന്നതാണ് പങ്കജാക്ഷൻ ചിന്തിച്ചത്. ശത്രുക്കളെ ഒന്നോടെ തകർക്കണമെങ്കിൽ അതിന് ഒന്നേയുള്ളിനി മരുന്ന്: രാഷ്ട്രീയം, പ്രകടനം. തന്റെ പദ്ധതികളും അയാളുടെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. പട്ടണത്തിലൂടെ പോകുമ്പോൾ പ്രേമചന്ദ്രന്റെ വാൻ എതിരെ പോകുന്നത് കണ്ടു. അതിൽ പ്രേമചന്ദ്രനും യദുരാമനും ഉണ്ടായിരുന്നു. ഡിവൈഎസ്പി ലേഖയുടെ ഓഫീസിൽ പോയിട്ട് മടങ്ങി വരികയായിരുന്നു അവർ. പങ്കജാക്ഷനെ അവർ കണ്ടിരുന്നില്ല. തനിക്കിപ്പോൾ കൂടുതൽ ആത്മവിശ്വാസമുണ്ടെന്നും യദുരാമൻ കൊലക്കേസിൽ നിന്ന് ഊരിപ്പോരുമെന്നും ലേഖ അവരോട് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ മുതൽ പ്രേമചന്ദ്രൻ സന്തോഷത്തിലായിരുന്നു. പക്ഷേ യദുരാമന്റെ മുഖത്ത് കാര്യമായ ഭാവഭേദമൊന്നും കണ്ടില്ല. നിനക്കെന്താ മോനെ ഒരു സന്തോഷമില്ലാത്തത്? ലേഖ സാറ് അങ്ങനെ പറഞ്ഞല്ലോ. എനിക്കുറപ്പാ നീ രക്ഷപ്പെടും. എന്നിട്ട് റോഡിൽ മുമ്പേ പോകുന്ന ഒരു കാറിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് അവൻ തിരക്കി. കൊലയാളിയായി മുദ്ര കുത്തപ്പെട്ട ഞാൻ ഇനി നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടെന്താ? എല്ലാം പോയില്ലേ? നമ്മുടെ കുടുംബം, ഭാവി, എല്ലാം. ഞാൻ കാരണം നിങ്ങളെല്ലാം എന്തുമാത്രം അനുഭവിച്ചു പപ്പ? ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല പ്രേമചന്ദ്രന്. യദുരാമൻ തുടർന്നു. കോടതി എന്നെ ശിക്ഷിക്കാതെ വിട്ടാലും ആളുകൾ എന്നെ കൊലയാളിയായിട്ടല്ലേ കാണൂ. തെളിവുകളില്ലാതെ എത്രയോ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. ആ പട്ടികയിലായിരിക്കും ജനങ്ങൾ എന്നെ കാണുന്നത്. എവിടെയെങ്കിലും എനിക്ക് മാന്യമായ ഒരു സ്ഥാനം കിട്ടുമോ പപ്പ? അവന്റെ ശബ്ദം പതറി. ഒക്കെ കാലം കാത്തുവച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ. അതേക്കുറിച്ച് ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുത് യദു. വിഷമമോ? ആ വികാരമൊക്കെ എപ്പോഴേ എന്റെ മനസ്സിൽ നിന്ന് പോയി. വാൻ മണപ്പള്ളിയിൽ എത്തിയിരുന്നു. ബാർബർ ഷോപ്പിന്റെ വരാന്തയിൽ നിന്ന് വാറ് വാസുവും ഓട്ടോ ഡ്രൈവർ ഗ്രഹപ്പിഴ തങ്കപ്പനും വാനിലേക്ക് എത്തി നോക്കുന്നത് കണ്ടു. അടുത്ത വളവ് കഴിഞ്ഞപ്പോൾ വലതുവശത്ത് കശുമാവിൻ തോപ്പ്. യദുരാമൻ പെട്ടെന്ന് മുഖം വെട്ടിത്തിരിച്ചു. തന്നെ കൊലയാളിയായി ചിത്രീകരിച്ചത് ഈ കശുമാവിൻ തോപ്പിനുള്ളിൽ വെച്ചാണ്. പെട്ടെന്ന് എതിരെ വന്ന ഒരു കാർ വാനിന് കുറുകെ നിന്നു. അതിൽ നിന്നും ഗോപിനാഥും വാവച്ചനും ഹരിലാലും ചാടിയിറങ്ങി. ഏതായാലും വീട് കയറി അക്രമത്തിന് ഞങ്ങളുടെ പേരിൽ കേസുണ്ടടാ കഴിവറുടെ മക്കളെ. അതിന്റെ കുറച്ചുകൂടി ആയാലും ഞങ്ങൾക്കൊരു കോപ്പുമില്ലടാ. ഗോപിനാഥ് കൈ ചൂണ്ടി അലറി. യദുരാമൻ ഡോറിൽ കൈവച്ചപ്പോൾ പ്രേമചന്ദ്രൻ വിലക്കി. വേണ്ട, ഇനി പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുതെന്ന് ലേഖ സാർ പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? എന്താടാ, പേടിച്ചിരിക്കുവാണോ? ഇറങ്ങി വാടാ നായിന്റെ മോനെ യദു, ഹരിലാലാണ് പറഞ്ഞത്. ഞങ്ങൾ ഇനിയും നിന്റെ അമ്മയും പെങ്ങന്മാരെയും ബലാത്സംഗം ചെയ്യുമടാ. യദുരാമന്റെ മുഖം കത്തി. അവനിറങ്ങി അവരെ അടിക്കുമെന്ന് പ്രേമചന്ദ്രന് ഉറപ്പായി. മോനെ അരുത്. നീയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കിട്ടേണ്ടത് അവരുടെ ആവശ്യമാ. ഒന്നും കേട്ടിട്ടില്ല, അത്ര തന്നെ. അയാൾ മകന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇറങ്ങി വരണടാ പട്ടികളെ. എടോ പ്രേമചന്ദ്ര, തന്റെ ഭാര്യ വിഭജിച്ചുണ്ടാക്കിയതല്ല ആ കഴിവേറിയ എങ്കിൽ ഇറക്കി വിടടാ ഇങ്ങോട്ട്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാടാ വന്നിരിക്കുന്നത്. വാവച്ചനും വെല്ലുവിളിച്ചു. യദുരാമൻ പല്ലുകൾ കടിച്ചമർത്തി കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു.
അല്ലെങ്കിൽ പപ്പയല്ല, ആര് പറഞ്ഞാലും തനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അവനറിയാം. പെട്ടെന്നാണത് സംഭവിച്ചത്. കശുമാവിൻ തോപ്പിൽ കരിയിലകൾ അനങ്ങി. ഒപ്പം കശുമാവിൻ ചില്ലകൾക്കിടയിലൂടെ ഒരു ബൾബ് പറന്നു വന്നു. പക്ഷേ ലക്ഷ്യം തെറ്റി അത് കാറിൽ വന്നിടിച്ച് ചിതറി. എന്തോ അവരുടെ ശരീരത്തിലേക്ക് തെറിച്ചു വീണു. വാവച്ച, ആസിഡാടാ, ഗോപിനാഥ് വിളിച്ചു പറഞ്ഞു. കരിയിലകളിൽ വേഗത്തിൽ കാലുകൾ അമരുന്ന ഒച്ച അവർ കേട്ടു. അതറിഞ്ഞവനെ വിടരുത്. മൂവരും പെട്ടെന്ന് കശുമാവിൻ തോപ്പിലേക്ക് കുതിച്ചു. അതിനിടെ ഹരിലാൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ പിന്നെ എടുത്തോളാമെടാ. പ്രേമചന്ദ്രനും യദുരാമനും കശുമാവിൻ തോപ്പിലേക്ക് നോക്കി. ഒന്നും കാണാൻ വയ്യ. ആരായിരിക്കും അവർക്ക് നേരെ ആസിഡ് ബൾബ് എറിഞ്ഞത്? നമുക്ക് പോകാം. പ്രേമചന്ദ്രൻ തല പുറത്തേക്കിട്ട് കാറിന്റെ ഡ്രൈവറോട് പറഞ്ഞു. വണ്ടി മാറ്റടോ. ഡ്രൈവർ കാർ പിന്നോട്ടെടുത്തു ഒതുക്കിയിട്ടു. ടെമ്പോ വാൻ മുന്നോട്ടു പോയി. വീട്ടിലെത്തി. അമൃതയും വിനയെയും ഡിവൈഎസ്പിയുടെ ഓഫീസിൽ പോയ വിവരങ്ങൾ തിരക്കി അറിഞ്ഞു. അവർക്കും സന്തോഷമായി. നിത്യമോൾ മാവിൻ ചുവട്ടിൽ ഇരുന്ന് ഒരു കഥാപുസ്തകം വായിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പട്ടണത്തിൽ നിന്ന് ഋഷി വാങ്ങിക്കൊണ്ട് കൊടുത്തതായിരുന്നു അത്. ഋഷി എന്തിയേടി? പ്രേമചന്ദ്രൻ അമൃതയെ നോക്കി. ഇവിടെങ്ങാണ്ടുണ്ടായിരുന്നു. എടാ ഋഷി, യദുരാമൻ ഉറക്കെ വിളിച്ചു. ഈ ചെറുക്കൻ ഇതെവിടെ പോയി? കുറെ മുമ്പ് ഒരു ബൾബ് ഫിലമെന്റൊക്കെ ഊരിയെടുത്ത് കൊണ്ട് നടക്കുന്നത് കണ്ടു. യദുരാമന്റെ നെറ്റി ചുളിഞ്ഞു. എന്തിന്? എനിക്കറിയത്തില്ല. നേരത്തെ അവനങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ, കൊച്ചുമോളും ഉണ്ടായിരുന്നു കൂടെ. കൊച്ചുമോളെ, ഇങ്ങോട്ട് വന്നേടി, അവൻ വിളിച്ചു. മാവിൻ ചുവട്ടിൽ നിന്ന് നിത്യമോൾ എണീറ്റ് വന്നു. എന്താ വല്യേട്ടാ? ഋഷി എന്തിയെ? കുട്ടി കൈമലർത്തി കാണിച്ചു. ആ ബൾബ് അവൻ എന്തു ചെയ്തു? അതില് ഒരു കുപ്പിയിലെ വെള്ളം നിറച്ചടച്ചു. യദുരാമൻ പ്രേമചന്ദ്രനെ നോക്കി. അയാളും സംശയത്തോടെ എഴുന്നേറ്റു. എന്ത് വെള്ളമാ മോളെ? അതറിയില്ല, ബാക്കി ഇവിടിരിപ്പുണ്ട്. നിത്യമോൾ അവരെ കൂട്ടിക്കൊണ്ടു ചെന്ന് വീടിന് പിന്നിൽ ചാരി വെച്ചിരുന്ന ഉണക്ക ഓലക്കീറുകളുടെ അകത്തേക്ക് കൈ ചൂണ്ടി. അവിടെ ഒരു കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. യദുരാമൻ അതെടുത്തു. അതിൽ പകുതിയോളം വെള്ളമുണ്ട്. പപ്പയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അവൻ അതിന്റെ അടപ്പ് തുറന്നിട്ട് മൂക്കിനോട് ചേർത്തു. ഹോ! പെട്ടെന്നവൻ കുപ്പി മാറ്റി. എന്താടാ അത്? പ്രേമചന്ദ്രൻ ഉദ്യോഗത്തോടെ തിരക്കി. ആസിഡ്. കശുമാവിൻ തോപ്പിൽ നിന്ന് പറന്നു വന്ന് കാറിൽ വീണ് ചിതറിയ ബൾബിനെക്കുറിച്ച് അവർ ഇരുവരും ഓർത്തു. ഈശ്വര, എന്റെ കുഞ്ഞ്! പ്രേമചന്ദ്രൻ നിലവിളിച്ചു. അവനെ അവര് കൊല്ലും. എന്താ പ്രേമേട്ട? അമൃത ഓടി. പിന്നാലെ യദുരാമനും. കാര്യമറിയാതെ അമൃതയും വിനയെയും സ്തംഭിച്ചു നിന്നു. താൻ എന്തോ തെറ്റ് കാട്ടിക്കൊടുത്തു എന്നോർത്ത് നിത്യമോളും പരിഭ്രമിച്ചു. ബാക്കി ഭാഗം നാളെ.